2021 മോഡൽ ഓട്ടോമാറ്റിക് പ്രസ്റ്റീജ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 2021 പ്രസ്റ്റീജ് പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. സിംഗിൾ ഓണർഷിപ്പ് 33. കണ്ടെല്ലാം സിംഗിൾ ഓണർ തന്നെയല്ലേ? ഓൾമോസ്റ്റ് അല്ല, ഇപ്പം കാണിച്ചെല്ലാം സിംഗിൾ ഓണർ ആണ് ഇതുവരെ കാണിച്ചെല്ലാം. ഇത് 2023 10 മാസം വണ്ടിയാണ്. IMT നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ IMT പെട്രോള് സിംഗിൾ ഓണർഷിപ്പിൽ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. IMT പെട്രോൾ അല്ലേ? 23 പറയുമ്പോൾ 27 വരെ വാറണ്ടി ഉണ്ടാവും. 26 10 മാസം വരെ. സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ് വീല്, പുതിയ ടയർസ് ആണെന്ന് തോന്നല്ലോ. 4 പുതിയ ടയർസ്. എത്ര ഓട്ടം പോയത്? 30,000 കിലോമീറ്റർ. 30,000 പുതിയ ടയർ ഇട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് എക്സ്റ്റൻഡഡ് വാറണ്ടി ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 2027 വരെ വാറണ്ടി ഉണ്ട്. അത് ഇനിയും 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ക്യാപ്സ് കാസിലേക്ക് വന്നിരിക്കുകയാണ്. അനസേ, സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്, മാങ്കാവ്, തിരുവണ്ണൂർ. അനസേ, നമ്മളിപ്പോൾ ചെയ്തിട്ട് രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് അടുത്ത സ്റ്റോക്ക് അത് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റോക്കുകൾ വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിൽ തന്നെ ഇനിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ വരാൻ കിടക്കുന്നുണ്ട്. ഇന്ന് കാണിക്കുന്നതിലും വീണ്ടും ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം സെയിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പം അതിൽ ബാക്കിയുള്ള വണ്ടികളുടെ ലിസ്റ്റ് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റുള്ള സ്റ്റോക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താ പറയുക, കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാറണ്ടി ഒക്കെ ലഭിക്കുന്ന വാഹനങ്ങളാണ്. കൂടുതൽ കമ്പനി വാറണ്ടിയുള്ള വാഹനങ്ങളാണ്. ഒരു 80% കമ്പനി വാറണ്ടിയുള്ള വണ്ടികളാണ്. അല്ലാത്തതും നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ട്. ഇവരുടെ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിനും ഗിയർ ബോക്സിനും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യം നമുക്ക് കിയയുടെ സോണറ്റിൽ തുടങ്ങാം. KL 27 രജിസ്ട്രേഷൻ വരുന്ന സോണറ്റാണ്. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ. 2022 മോഡൽ പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്. IMT 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു സെമി ഓട്ടോമാറ്റിക് വാഹനമാണ്. ക്ലച്ച് ഉണ്ടാവില്ല, പക്ഷേ ഗിയർ നിങ്ങൾക്ക് മാറ്റി ഓടിക്കാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. 2022 അല്ലേ പറഞ്ഞത്? 22 HTX ആണ് ഓപ്ഷൻ വരുന്നത്. ടോപ്പിന്റെ താഴേക്ക് താഴെ അല്ല, തൊട്ട് താഴെ GT ലൈൻ HTX പ്ലസ് ഉണ്ടാവും. സോറി, അത് കഴിഞ്ഞിട്ടുള്ള STX വരും. ഇതിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ, സൺറൂഫ്, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അലോയ്സ് അടക്കം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. എയർ ബാഗ് 2 കുറയും. എയർ ബാഗ് 2 കുറയും. ആ ഒരു ഡിഫറൻസ് ആണ്. അതേ ഉള്ളൂ. അപ്പോൾ ഇത് HTX ആണ്. 2022 വാഹനം. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? ഇല്ല, 2025 11 മാസം വരെ. 11 മാസം വരെ. ഈ വർഷം നവംബർ വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇപ്പോൾ ഇതിന് റേറ്റ് നോക്കിയാൽ 9,90,000 രൂപ. 9,90,000 പെട്രോൾ IMT സെമി ഓട്ടോമാറ്റിക് വാഹനമാണ്. 2022 മോഡൽ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത്രയും ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ ഒരു 90% കയറോ? 90% ചെയ്യാം, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ടോപ്പിൻ്റെ ഇത് ടോപ്പ് ലൈൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ. ടോപ്പിൻ്റെ വാഹനം. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്. 80 ഗിയർ ബോക്സ് ആണ്. 1 ലിറ്ററിൽ വരിക. ടോപ്പിലേക്ക് 1.5 പോകുമ്പോൾ DST വരുന്നത്. പക്ഷേ 1 ലിറ്ററിൽ ടോപ്പ് ലൈൻ ആണ് ടോപ്പിൻ്റെ വരുന്നത് അല്ലേ? ഓക്കെ, ടോപ്പ് ലൈൻ ആണ്. ടെർബോ ആണ് വണ്ടി വരാം. പിന്നെ 2026 4 മാസം വരെ വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ സർവീസ് പാക്കേജും ഉണ്ട്. സർവീസിനും പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പേയ്മെന്റ് പോവില്ല. എത്ര വരെ ഉണ്ട് സർവീസ് പാക്കേജ്? 2026 4 മാസം. 26 4 മാസം വരെ സർവീസ് പാക്കേജും ഉണ്ട്, വാറണ്ടിയും ഉണ്ട്, കമ്പനി വാറണ്ടിയും ഉണ്ട്. ഓക്കെ, ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ലേ? ഇതിൽ സൺറൂഫ്, പാഡൽ ഷിഫ്റ്റ്, ഈ പറയുന്ന ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, വയർലെസ് ചാർജർ, വെന്റിലേഷൻ സീറ്റ് എല്ലാം ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സൂക്ഷിച്ചു പോകാനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലേ? സേഫ്റ്റി ഉണ്ട്, ഒന്നും പറയാനുണ്ട്. പിന്നെ 1 ലിറ്റർ ടർബോ ആണ്. ഒരു 11 to 15 ഇടയിലൊക്കെ മൈലേജ് കിട്ടും. പിന്നെ ഇതിൽ പലർക്കും ഡൗട്ട് ഉണ്ട്, 1 ലിറ്റർ പവർ ഉണ്ടാവും എന്നുള്ള ഡൗട്ട് വരാറുണ്ട്. 1 ലിറ്റർ ടെർബോയിൽ 4 സിലിണ്ടറാണ് വരുന്നത്. നല്ല പവർ, നന്നായിട്ട് തന്നെ പവറുള്ള വണ്ടിയാണ്. ഓക്കെ, ടർബോ പിടിച്ചാൽ വലിയും അല്ലേ? അതെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് റേറ്റ് 14,25,000 രൂപ. 14,4 ലക്ഷം രൂപയ്ക്ക് 2022 ടോപ്പ് ലൈൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് 1 ലിറ്ററിൽ. ഇതിലൊരു 13.5 ആ റേഞ്ചിൽ ലോണിന് ചാൻസ് ഉണ്ട്. 13 കയറും.
13 വരെ കയറും അല്ലേ? ഒരു 1.25 കാണണം ഇറക്കണമെങ്കിൽ. ₹1 കണ്ടാൽ മതി, ബാക്കി നമുക്ക് എങ്ങനെ ലോൺ ആക്കി. ഓക്കെ, സർവീസ് പാക്കേജ് ഉണ്ട്, നിലവിൽ കമ്പനി വാറണ്ടിയും ബാക്കിയുണ്ട്. അടുത്ത വണ്ടിയിലോട്ട് അടുത്തൊരു വെന്യൂ ആണ്, KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷനാണ്, മലപ്പുറം ജില്ല. ഞാൻ ഇന്നലെ ഏതോ ഒരു വീഡിയോയിൽ KL65 കൊണ്ടോട്ടി എന്ന് പറഞ്ഞു, സോറി അത് മാറിപ്പോയതാണ്. 65 തിരൂരങ്ങാടിയാണ്, ഇത് കൊണ്ടോട്ടിയാണ്. KL84 വണ്ടി വെന്യൂ അല്ലേ? കഴിഞ്ഞ വീഡിയോയിലൊരു സംഭവം ഉണ്ടായല്ലോ നമ്മുടെ കോമ്പസിന്റെ അല്ലേ? അത് ആക്ച്വലി ആള് റേറ്റ് പറഞ്ഞ് തെറ്റിപ്പോയതാ. ഒരാൾ കമന്റ് അടിച്ചു, ജിതിന്റെ കമ്മീഷൻ എല്ലാം കൂട്ടിയിട്ടാണ് പറയുക, അങ്ങനെ എങ്ങനെയാണ്. ജിതിന് ഒരുപാട് ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു, പിന്നെ ഒന്നും വന്നിട്ടില്ല. ഇല്ല, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് പറഞ്ഞ് തെറ്റിപ്പോയതാ. നമ്മള് പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞ ആ ഫ്ലോയില് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞാണോ തെറ്റിയത്? നമ്മള് പറഞ്ഞ മറ്റേ വീഡിയോയില് പറഞ്ഞു തെറ്റിപ്പോയതാണ്. ഓക്കെ, എത്രയായിരുന്നു അതിന്റെ ആക്ച്വൽ പ്രൈസ്? 11,900 ആ വീഡിയോയിൽ 11,900 പറയേണ്ടതായിരുന്നു, പക്ഷെ 10,900 പറഞ്ഞത്. നമ്മളെ വീഡിയോയിൽ എത്രയായിരുന്നു അതിന്റെ പ്രൈസ് ഇട്ട്? നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, മാക്സിമം 11.5 നമ്മൾ പറഞ്ഞത് നമ്മുടെ വീഡിയോയില്. അപ്പോൾ നമ്മൾ ഫൈനൽ വില തന്നെയാണ് ഏകദേശം ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതതിന് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ അതിന് ശേഷം ഫൈനൽ വിലയാക്കി ഇട്ടിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ വെന്യൂ? ഇത് 2022 ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എല്ലാം 22 വണ്ടി അല്ലേ? 22, 23 കൂടുതൽ 22 ആണ്. അപ്പോൾ ഇതും വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇത് വാറണ്ടി കഴിഞ്ഞു, കമ്പനി കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. കാര്യങ്ങളൊന്നുമില്ല, അത് മാത്രമേ. എത്ര കിലോമീറ്റർ പറഞ്ഞേ? 33,000. 33. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഇത് ഫുൾ ഓപ്ഷൻ SXO ടോപ്പ് തന്നെ. ഓക്കെ, ടോപ്പിന്റെ. ഓക്കെ, അത് ഹിസ്റ്ററി ഉണ്ട്, ഫുൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പെട്രോൾ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് വെന്യൂ ആണ്. DCT ടർബോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മൈലേജ് തന്നെ 11 to 15 ഇടയിലൊക്കെ കിട്ടും. ഓക്കെ, എത്ര ഇപ്പോൾ ഇതിന്? ഇത് റേറ്റ് വയ്ക്കുന്ന 9,75,000 രൂപയുള്ളൂ. 2022 വണ്ടി 9,75. ഇപ്പൊ കണ്ട നേരത്തെ സോണറ്റ് ഏകദേശം അതേ വില അല്ലേ? സോണറ്റ് IMT ആണ്, ഇത് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതും മാക്സിമം എന്തായാലും ലോണും കയറും. ഇതിനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? വാറണ്ടി ഇല്ലല്ലോ? വാറണ്ടി ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് 3 മന്തിന്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. നോക്കാം, നിങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കാം, വാറണ്ടി കിട്ടും. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഒരു 2022 മോഡൽ വാഹനം തന്നെയാണ്. ഇത് KL31 രജിസ്ട്രേഷനിൽ വരുന്ന ക്രെറ്റയാണ് എടുത്തത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ IMT S എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്, മിഡിൽ ഓപ്ഷനാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 28,000 കിലോമീറ്റർ. ഇതെല്ലാത്തിനും പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടുന്ന് തരും അല്ലേ? അതുകൊണ്ടോ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇപ്പോൾ സർവീസ് വാറണ്ടി നിലവിൽ ഇപ്പോൾ ഈ മന്ത് കഴിയുന്നതാണ്. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഒരു റീല് കണ്ടു. ഒരു റീൽ എന്ന് വെച്ചാൽ ഒരു Volkswagen പോളോ എടുത്തിട്ട് എന്തോ ഒരു യൂണിറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു യൂണിറ്റ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അത് സാറിന് അതിൽ കമൻറ്റ് കണ്ടാൽ ചില കമൻറ്റ് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ അതിലൊരു മെക്കാനിക് അടിച്ചിട്ടുണ്ട്. അത് കാലക്രമേണ ഓടുമ്പോൾ അത് പോവും. അത് പോയിട്ട് നമ്മൾ പിന്നെ റീപ്ലേസ് ചെയ്യണം എന്തായാലും. പക്ഷേ ആ വണ്ടി വെക്കുന്ന സ്ഥലത്തുള്ള ഷോപ്പുകാർക്ക് അത് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അവർക്കത് അറിയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പക്ഷേ സ്കാൻ ചെയ്ത് അറിയാൻ പറ്റുമെന്നും പറയുന്നു. അപ്പം നിങ്ങൾ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൽ ഒരുമാതിരി ചില കസ്റ്റമേഴ്സിന് വരാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗൾഫ് കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് ഡെലിവറി വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തവർക്ക് നമ്മളെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെക്കപ്പ് ചെയ്തിട്ട് ഓരോ വണ്ടി എടുക്കുന്നത് നമ്മളൊരു അഷുറൻസ് എടുക്കാൻ പറ്റും. അതിനപ്പുറത്ത് തന്നെ അതല്ല, അവർക്ക് വരാൻ പറ്റുമെങ്കിൽ അവരാരെങ്കിലും വന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതൊന്നും നോക്കിയാൽ കാണാത്ത സംഭവങ്ങളാണ്, ആർക്കും അറിയാൻ പറ്റാത്തത്. പക്ഷേ സ്കാൻ ചെയ്താൽ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം സ്കാൻ ചെയ്യാം, വലിയ ചിലവൊന്നും വരില്ല. സ്കാൻ ചെയ്തിട്ട് എടുക്കാം അങ്ങനത്തെ വണ്ടികളൊക്കെ മോഡൽ കൂടി. അപ്പോൾ ഇത് 28,000 കിലോമീറ്റർ 22 S അല്ല IMT. ഇത് IMT തന്നെയാണ്, ക്ലച്ചില്ലാണ്ട് ഗിയർ മാറ്റി ഓടിക്കാം. എത്രയാണ് ഇപ്പോൾ? ഇത് 11,90,000 രൂപ. 11,90,000 കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ ഈ പ്രൈസ് പറയുന്നത് ഫൈനൽ ആക്കിയിട്ടാണോ? ഈ പ്രൈസ് ഞാൻ കുറച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫൈനൽ ആക്കിയിട്ടാണ്, അതിൻ്റെ അകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ടോ? അതിലും കുറച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുവിധം എല്ലാ വണ്ടിയും പോയിട്ടുണ്ട് അതിനകത്ത് ചെയ്തേ. ആകെ 2 വണ്ടിയിട്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിലൊക്കെ മാക്സിമം കുറച്ചിട്ടാണ് ആ വണ്ടികളൊക്കെ പോയിട്ടുള്ളത്. അടുത്ത വണ്ടിയിലൂടെ അങ്ങനെ സെൽട്ടോസിലേക്ക് എത്തി. KL62 രജിസ്ട്രേഷനാണ്. ടോപ്പ് എൻഡ് അല്ല, GT ലൈൻ അല്ല, HTK+ ആണ്. ഇതും 2022 ആണ്. IMT പെട്രോള്, സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വീണ്ടും മലയാളീസ് 22 മോഡലാണ്. IMT തന്നെയാണ്, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. നമ്മൾ നേരത്തെ ക്രെറ്റയിലും സോണറ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ള ട്രാൻസ്മിഷനാണ്. ഇതിൽ
സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ഒന്നും വരില്ല. ടോപ്പിലേക്ക് പോകുന്ന ഓപ്ഷൻ സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ് വീല്. പുതിയ ടയേഴ്സ് ആണെന്ന് തോന്നുന്നല്ലോ. 4 പുതിയ ടയേഴ്സ്. എത്ര ഓട്ടം പോയത്? 30,000 കിലോമീറ്റർ. 30,000. പുതിയ ടയർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഇത് എക്സ്റ്റൻഡഡ് വാറണ്ടി ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 2027 വരെ വാറണ്ടി ഉണ്ട്. അത് ഇനിയും 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 2030 വരെയൊക്കെ ചെയ്യാൻ പറ്റും. വാറണ്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും സേഫ് അല്ലേ? വണ്ടികൾ എന്തുകൊണ്ടും ഏറ്റവും സേഫ് അതാണ് വാറണ്ടിയിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്നിനും മൈലേജ് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പറയുന്നുണ്ട്. സോണറ്റിന് പൊതുവെ 16 കിട്ടുന്നുണ്ടെന്നാണ് അനസിന്റെ അവകാശവാദം അല്ലേ? അതെ, സോണറ്റല്ല സെൽട്ടോസ്. അവകാശവാദം സോണറ്റിന് കുറവാണെന്നാണ് അല്ലേ? സോണറ്റിന് കുറവാണെന്ന് അല്ലേ? സെൽട്ടോസിനെക്കാളും കുറവാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ഇത് റേറ്റ് വയ്ക്കുന്നത് 12,25,000 രൂപ. 12,4 ലക്ഷത്തിന് 2022 HT K+ 30,000 കിലോമീറ്റർ ഓടിയ ഫുൾ 4 ടയേഴ്സ്, നല്ല അടിപൊളി ടയേഴ്സ് പുതിയ ചെയ്തിട്ടുണ്ട്. 2027 വരെ വാറണ്ടിയിൽ നിൽക്കുന്നുണ്ട്. നമുക്കൊരു 11.5 ലോൺ കിട്ടും. ചെയ്ത് കൊടുക്കാം. 11 എന്തായാലും ചെയ്ത് കൊടുക്കാം. ശരി, ഓക്കെ. നിങ്ങളുടെ കിയയുടെ ഏതെങ്കിലും വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിയന്റെ ഷോറൂമിൽ പോകുന്നതിന് പകരം ഇങ്ങോട്ട് വരിക. ക്യാപ്സ് കാസിൽ ഇവിടെ വാറണ്ടിയിൽ പല മോഡലിൽ പല വണ്ടികളുണ്ട്, പല കളറിൽ. അതെ, എല്ലാം ഉണ്ട്. അടുത്ത സോണറ്റാണ് കിയയുടെ KL 78 ഇരിട്ടി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. ഒരു അടിപൊളി കളറാണ്. ഇതൊക്കെ കാണാതെ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 10-ാം മാസം വണ്ടിയാണ്. IMT, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ IMT പെട്രോള്, സിംഗിൾ ഓണർഷിപ്പിൽ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. IMT പെട്രോൾ അല്ല. 23 പറയുമ്പോൾ 27 വരെ വാറണ്ടി ഉണ്ടാവും. 26 10-ാം മാസം വരെ ഉണ്ട്. 3 വർഷം കൊടുക്കുള്ളൂ കിയ. 3 വർഷമാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 4 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതോ? അത് പറയാൻ വേണ്ടി വന്നാൽ ഇത് 2030 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ കാണിച്ച നമ്മൾ സെൽട്ടോസ് ഒരു വൈറ്റ് കാണിച്ചു KL 62. അത് 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 27 വരെ വാറണ്ടി ഉണ്ട്. 30 പറ്റില്ല. 7 വർഷത്തെ കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ 26 വരെ വാറണ്ടിയിൽ നിൽക്കുകയാണ്. വേണമെങ്കിൽ 4 വർഷം കൂടി അഡീഷണൽ എടുക്കാൻ പറ്റും. വേറെ ക്ലെയിം മരുന്ന് കുപ്പി എവിടെയുള്ള അതുപോലെ ഉണ്ടോ? 26, 29, 30 ഒക്കെ ഒന്നുമില്ല അവിടെ ചെക്ക്. ഓക്കെ, അപ്പോൾ ഇതേത് ഓപ്ഷൻ വരുന്ന HT X ആണ്. ഇതിലും 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ 6 എയർ ബാഗ്. പിന്നെ മാൻഡേറ്ററി ആണല്ലോ അല്ലേ? 6 ഇല്ലല്ലോ, 2 ഉള്ളൂ. ഈ 23 ലാസ്റ്റിലേക്ക് മറ്റേ 6 ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ 2 ഉള്ളൂ. 2 സീറ്റ് കാണുന്നുണ്ടല്ലോ. എയർ ബാഗ് സീറ്റിലുണ്ടാ? എന്നാ 4 എയർ ബാഗ് ഉണ്ട്. 2 ഞാൻ കുറച്ചിട്ടതാ. പില്ലേഴ്സിൽ കാണുന്നില്ല. പില്ലേഴ്സിൽ ഉണ്ടോ നോക്കട്ടെ. പില്ലേഴ്സ് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. പുതിയ ഓപ്ഷനിൽ 6 എയർ ബാഗ്. ഇതുപോലെയുള്ള ചെറിയ പിഴവുകൾ വന്നു പോയി കഴിഞ്ഞാൽ ക്ഷമിച്ചേക്കാം. 4 എയർ ബാഗ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് റേറ്റ് നമ്മൾ 10,50,000 രൂപ. 10.5 ലക്ഷത്തിന് 2023 HT X നിങ്ങൾക്ക് കൊണ്ടുപോകാം. 19,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലും അടുത്തത് 7 സീറ്റർ ഹ്യുണ്ടായി അൽക്കാസർ ആണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. കഴിഞ്ഞ പ്രാവശ്യത്തെ അൽക്കാസറിലും സോൾഡായി. എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അല്ലേ? ഓക്കെ, അത്രയും ചെറിയ ഗ്യാപ്പിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡൽ ഓട്ടോമാറ്റിക് പ്രസ്റ്റീജ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ പെട്രോള് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 2021 പ്രസ്റ്റീജ് പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. സിംഗിൾ ഓണർഷിപ്പ് 30. ഇപ്പോൾ കണ്ടെല്ലാം സിംഗിൾ ഓണർ തന്നെയല്ലേ? ഓൾമോസ്റ്റ് അല്ല, ഇപ്പം കാണിച്ചെല്ലാം സിംഗിൾ ഓണറാണ്. ഇതുവരെ കാണിച്ചല്ലോ. ഓണർഷിപ്പ് ഇത് 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ്, വാറണ്ടി ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ക്ലെയിം വാറണ്ടി കമ്പനീൻ്റെ അല്ല, നമ്മുടെ ഷോറൂം വാറണ്ടി ഇവരുടെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 സീറ്റർ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് പുറകിൽ ഇതിന്റെ അല്ലേ? ബാക്ക് റോ സ്പേഷ്യസ് ആണ്. ഇരുന്ന് ഒരു വലിയ ആക്കൊക്കെ ഇരുന്ന് മുൻകൂട്ടി പറയണത് എന്താ വെച്ചാൽ നമ്മളൊരു ടോക്കൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു ലോണിന് ചെറിയൊരു ഡിലേ വരുന്നോണ്ട് വീണ്ടും കാണിക്കുന്നതാണ്. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് NRI സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അത് കുറവായതുകൊണ്ടാണ് വീണ്ടും. അപ്പോൾ ആൾക്ക് കൊടുത്ത വില എന്നാ പറഞ്ഞോളൂ. ആൾക്ക് കൊടുത്ത വില 14,90 വയ്ക്കുന്നത്. ആൾക്ക് കൊടുത്ത 14,85 ആള് വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 16,85. 14,85 ഫൈനൽ റേറ്റ് ആണ്. ഓൾറെഡി ടോക്കൺ ആയ വണ്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ലോണിൽ എത്ര ദിവസം കൊണ്ട് അറിയാൻ പറ്റും? 2-3 ദിവസം കൊണ്ട് അറിയാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ? നോക്കാം. ഓക്കെ, ലോണ് എത്ര കയറും? റേഞ്ച് എന്തായാലും ലോണ് കയറും. മൂപ്പർക്ക് ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്?
ഇല്ല, അതറിയാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കുറവായതുകൊണ്ട് ഒരു ഡിലേ ഉണ്ട് അതിൽ. ഉണ്ടല്ലേ? ഓക്കെ, നോക്കാം എന്തായാലും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇതിനും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, നോക്കിയിട്ട് അറേഞ്ച് ചെയ്യാം അല്ലേ. കുറേ കാലത്തിന് ശേഷം നെക്സോൺ വന്നു. KL 1 രജിസ്ട്രേഷനുള്ള ഒരു നെക്സോൺ ആണ്. ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ. ഓക്കെ, എങ്ങനെയാ ഇത് 2022 മോഡൽ, പെട്രോൾ, മാനുവൽ, ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡാർക്ക് എഡിഷൻ ആണ്. ഇത് 22. യെസ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ റേറ്റ് വരുന്നത് 8,50,000 രൂപ. കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ വെച്ചിട്ടുള്ള പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. 8.5 ലക്ഷമാണ് അവർ ചോദിക്കുന്നത്. 2022 മോഡൽ. വാറണ്ടി എക്സ്റ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്തിട്ട്. നിങ്ങളുടെ വാറണ്ടി ഉണ്ടാവില്ലേ? ഇല്ല, ഇത് പാർക്ക് ആൻഡ് സെയിൽ ചെക്കിംഗ് വാറണ്ടി മാത്രം. നമുക്ക് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതാ മാസം മനസ്സിലാവില്ല നോക്കിയിട്ട്. ക്ലെയിം വാറണ്ടി കഴിഞ്ഞാൽ ക്ലെയിം ഒന്നുമില്ല, നോക്കിയല്ലേ? റീപ്ലേസ് ഉണ്ട്. ബമ്പർ, പിന്നെ അലോയ് വീല്, അങ്ങനത്തെ 1-2 സാധനം റീപ്ലേസ് ഉണ്ട്. അലോയ് വീല് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കസ്റ്റമർക്ക് ഡയറക്റ്റ് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓഹോ, ഓക്കെ. അപ്പോൾ റീപ്ലേസ്മെന്റ് ഉണ്ട്, നോക്കിക്കോളൂ. എന്തായാലും ഭയങ്കര എന്താ പറയാ, ഇടിച്ച് തകർന്ന ആ ടൈപ്പ് സാധനമല്ല. 850 ഡാർക്ക് എഡിഷൻ 2022 നെക്സോൺ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുക്കി തരും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ലോണ് നമുക്ക് 7.5-8 രൂപ അടുപ്പിച്ച് ലോണും കയറും, കിട്ടും. ചെറിയ എമൗണ്ടിൽ ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടിയിലോട്ട്. KL 18 രജിസ്ട്രേഷൻ ആണ്. വടകര, കോഴിക്കോട് ജില്ലയാണ്. അതെ. ഗ്ലാസ്സിൽ ഒരു ക്രാക്ക് കിടക്കുന്നുണ്ട്. ചെറിയ ക്രാക്ക് ഉണ്ട്. മാറിയിട്ടില്ലല്ലോ? ഒരുപാട് മാറ്റാണോ? വേറെ ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്, അതിൽ തന്നെ ക്രാക്ക് ഉള്ളത്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ, ഡീസൽ, മാനുവൽ ആണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർ, 20 മോഡൽ, ഡീസൽ, മാനുവൽ. ഏത് ഓപ്ഷൻ? ഷാർപ്പ് ഫുൾ ഓപ്ഷൻ. ടോപ്പ് എൻഡ് ആണ്. ഡീസലില് മൈലേജ് കിട്ടും. മറ്റേലാകുമ്പോൾ 7 to 10 അടക്കാം. മറ്റേ മൈലേജ് പെട്രോൾ ഓട്ടോമാറ്റിക്കലി 16 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഇതിൽ 16 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. ഹെക്ടർ ആണ്, 5 സീറ്റർ വണ്ടിയാണ്. ഈ ഒരു ക്രാക്ക് അല്ലാതെ വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല. 80,000 പ്രോപ്പർ സർവീസ് ഉണ്ട്. 2020 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിളാ സെക്കൻഡാ? സെക്കൻഡ് ഓണർഷിപ്പ്. സർവീസ് കഴിഞ്ഞിട്ട് 1000 കിലോമീറ്റർ പോലും കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇനി ഒരു 9,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസും ചെയ്താൽ മതി. ഇതിപ്പോ ക്ലാസ് മാറിയിട്ടില്ല, മാറണം. അത് നമ്മൾ മാറിക്കൊടുക്കും. കാരണം ആക്സിഡന്റ് ഒന്നും അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വെച്ചത്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നത് 12,45,000 രൂപ. 12,45,000 2020 ഡീസൽ, മാനുവൽ, ഷാർപ്പ്, ടോപ്പ് എൻഡ്, 80,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് MG ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരുപാട് ഹെക്ടർ ഇവിടുന്ന് വിറ്റിട്ടുണ്ട്. പോലെ വണ്ടികളല്ല. ഇനിയും നമുക്ക് ഈ പ്രാവശ്യം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. 22 DCT വരാനുണ്ട്, പിന്നെ 23 CVT വരാനുണ്ട്, 24 സാവി പ്രോ CVT ഹെക്ടർ വരാനുണ്ട്. ഇത്രയും വരാനുണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. ഇതിൽ ലോൺ ഒരു 11-11 കിട്ടും. 11-12 വരെ കിട്ടും. 12 വരെ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇത് ഇറക്കാം. അടുത്ത വണ്ടിയിലോട്ട്. വീണ്ടും ക്രെറ്റ തന്നെയാണ്. സെയിം ഷേപ്പ്. KL 27 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ SX, പെട്രോൾ, മാനുവൽ, 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 33,000. 2020 SX ആണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് ഒക്കെ ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ വെന്റിലേഷൻ സീറ്റ്, അതേപോലെ എയർ ബാഗ് എണ്ണം കൂടുമ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ക്ലെയിമോ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ഡിക്കി മാറിയിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് ഒന്നുമില്ല, ഡിക്കി മാത്രമേ മാറിയിട്ടുള്ളൂ. ഡിക്കി മാത്രം? അതെ. ഓക്കെ. സെക്കൻഡ് ഓണർ കിടക്കുന്ന വണ്ടിയാണ്. പ്രോപ്പർ സർവീസാ? കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇതിന് സെൽട്ടോസിനെ പോലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് 15 തൊട്ട് 17 വരെയൊക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടും. സിറ്റിയിലേക്ക് വന്നാൽ തന്നെ ഒരു 11 തൊട്ട് 15 അതിൻ്റെ ഇടയിലായിട്ട് എന്തായാലും കിട്ടും. ഒരു 11-12 ടൗണിൽ കണ്ടാൽ മതി. ടൗണിൽ കാണാം. ലോങ്ങിൽ പോകുമ്പോൾ 16-17 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ സെൽട്ടോസ് ഇതിനൊക്കെ? ഓക്കെ. കറക്റ്റ് RPM, കറക്റ്റ് ഗിയർ ഷിഫ്റ്റിങ്ങിൽ, കറക്റ്റ് ത്രോട്ടിൽ കൊടുത്താലേ മൈലേജ് കിട്ടുള്ളൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാൽ പറയുന്ന മൈലേജ് കിട്ടൂല ടോപ്പിലേക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മാക്സിമം മൈലേജ് നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ചീത്ത കമന്റിൽ എടാ എനിക്ക് കിട്ടുന്നില്ലല്ലോ വൈന, ഈ തള്ളി വിടാണോ? ഓട്ടോമാറ്റിക് വാഹനമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. RPM നോക്കിയിട്ട് കറക്റ്റ് ശ്രദ്ധിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ എത്രയിനിപ്പോൾ? ഇതിപ്പോൾ റേറ്റ് വയ്ക്കുന്നത് 12,25,000. പാർക്ക് ആൻഡ് സെയിലാണ്. കസ്റ്റമറായിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം ചെയ്യാൻ പറ്റും. ഓക്കെ. 12 കാറ് ഇപ്പോൾ പാർക്ക് ആൻഡ് സെയിൽ വണ്ടി. 20 മോഡൽ SX മറന്നുകൊണ്ട. ലോൺ ഒരു 11.5 കിട്ടും. 11 കിട്ടും. 10,75,000 ഓൾറെഡി നമ്മൾ ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ലോണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോക്കൺ മേടിച്ചിട്ട് അവർക്ക് അപ്രൂവ് ആയത് 10 lakh ആണ്. 10 lakh ആണ്. അവരുടെ ട്രാക്ക് കുറച്ച് കൂടുതലാണെങ്കിൽ ഒരു 10 ഉള്ളത് ഒരു 10.5 വരെ പാസ്സാവും. 10.5 വരെ കിട്ടുള്ളൂ അല്ലേ? അന്ന് ആ കസ്റ്റമർക്ക് ബാക്കി ഡൗൺ പേയ്മെന്റ് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ട് ക്യാൻസൽ ആയതാണ്. ഒരു 3 days മുമ്പ്. ശരി. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് സെൽട്ടോസ് ആണ്. KL 71 രജിസ്ട്രേഷൻ പറയാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ
ഇവനല്ല നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി, അത് പുറത്താണ്. അപ്പോൾ ഇതിന്റെ മുന്നിൽ നിന്ന് വെറുതെ പറയുന്നതേ ഉള്ളൂ. അതെ, എങ്ങനെ മുന്നിൽ നിന്ന് പറയുന്നേ ഉള്ളൂ. ഈ വണ്ടിയല്ല, ഈ നമ്പറല്ല, ഈ കളറേ അല്ല. ഈ കളറേ അല്ല. എങ്ങനെയാ വരാനുള്ള സെൽട്ടോസ്? വരാനുള്ള സെൽട്ടോസ് 2021 മോഡൽ ഗ്രേ കളറാണ്. ഗ്രേ കളർ ഡീസൽ HTX+ ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് വെന്റിലേഷൻ സീറ്റ് വരെ വരും. സൺറൂഫ്, വെന്റിലേഷൻ സീറ്റ് എല്ലാം. GT ലൈനിന്റെ തൊട്ട് താഴെ വരുന്ന 2021 മോഡലാണ്. അത് ഗ്രേ കളർ വണ്ടിയാണ്. ഡീസലാണ്, മാനുവലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. 21 വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഓട്ടം പോയിട്ടില്ല. ഡീസൽ വണ്ടിയല്ലേ? മൈലേജ് ഉണ്ടാവില്ല? 20 റേഞ്ച് എന്തായാലും മൈലേജ് ഉണ്ടാവും. 20 തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? എത്രയാ നമ്മൾ ചോദിക്കുന്നത്? 14,65,000 രൂപ. 14,65,000 ആ വണ്ടി 2021 മോഡൽ ഗ്രേ കളർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ HTX+. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ടായില്ല? നമുക്കൊരു 85-90% ലോണും കയറും. ഓക്കെ, അടുത്ത വണ്ടി കിട്ടും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം KL 14 രജിസ്ട്രേഷനുള്ള അർബൻ ക്രൂയിസറാണ്, ടൊയോട്ടയുടെ. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്നത്. പ്രീമിയം പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. CVT ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. CVT ഗിയർബോക്സ് സ്റ്റേപ്പ് ഓടിച്ച് വന്നതാണ്, ലേബോ കാര്യമൊന്നുമില്ല. അതെ അതെ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പില് 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. സിംഗിൾ ഓണർഷിപ്പ് അല്ല, 59 അല്ല, 69,000 കിലോമീറ്റർ. 69,000 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. എത്ര പേര് ചോദിക്കുന്നത്? ഇത് റേറ്റ് ചോദിക്കുന്നത് 8,90,000 രൂപ. 8,90,000. വാറണ്ടി എക്സ്റ്റൻഡ് അങ്ങനത്തെ? 2021 രജിസ്ട്രേഷൻ വരുന്നത്. വാറണ്ടി ഒക്കെ 24 കഴിയും, 3 വർഷം. പിന്നെ ടൊയോട്ട ആയതുകൊണ്ട് മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. എന്നാ മൈലേജ് ഇട്ടുണ്ടാവും. മാരുതി തന്നെ അല്ലേ? ടൊയോട്ട മാരുതി അല്ലേ? വേറെ ഒന്നും പറയാനില്ലല്ലോ. അതെ അതെ. ഓക്കെ. അപ്പോൾ 8,90,000 ഒരു 8 ലോൺ കിട്ടും. 8 ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV ആണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനിയും സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ MG ഒക്കെ വരാനുണ്ട് അല്ലേ? MG വരാണ്ട്, കോമ്പസ് വരാണ്ട്. പിന്നെ എല്ലാം ഒരു ഡമ്മി ഇട്ട് കാണിക്കുന്നതും അതുകൊണ്ടാണ് ഒരു വണ്ടി ഡമ്മി കാണിച്ചത്. അതെ അതെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളതൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക, വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.